ഹലോ ഗൈസ്, എല്ലാരും കഴിച്ചോ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് എ വെരി ഫാഷൻകാരി, എ വെരി ടാലന്റഡ് ചേച്ചി. അതിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. നമുക്ക് നോക്കാം. ഉർഫി ജാവേദ്. ആരാ ഏതാ സംഭവം എന്നൊന്നും എനിക്ക് ശരിക്കും അറിയത്തില്ല. അതൊന്ന് നോക്കട്ടെ. ഹൂ ഈസ് ഉർഫി ജാവേദ്? Urfi Javed has had quite a journey. The actress is famous for her quirky fashion looks and also has recreated outfits of Bella Hadid. Okay. She rose to fame with her stint in Big Boss OTT. ഓഹോ, അപ്പൊ എങ്ങനത്തെ ആളാന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇത് മറ്റേ സാധനമില്ലേ, അമ്മമാരൊക്കെ സ്കൂട്ടറിൽ കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് പോകുന്ന ഐറ്റം. ഒന്നും പറയണ്ട, അത് വെച്ചൊരു മോഡലിംഗ് ഐറ്റം അങ്ങ് ഉണ്ടാക്കി കളഞ്ഞു. ഇത് വേസ്റ്റ് ഇടാൻ ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം വേസ്റ്റ് ഇതെടുത്തിടുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? കൊള്ളാം, ഇഷ്ടപ്പെട്ട്. 10-30 ഇഷ്ടപ്പെട്ടു. ടാലന്റ് ഇച്ചിരി കൂടിപ്പോയെന്റെ. ഓക്കെ, എനിവേ നമ്മുടെയൊക്കെ ഫാഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കും, 2 കപ്പ് വെള്ളം കോരി ഒഴിക്കും, ഷർട്ട് ഇടും, പോകും. ഒരു ഇച്ചിരി പൗഡറും കിട്ടും, ഒരു തുള്ളി. അത് മൊത്തൊന്നും ഇടത്തില്ല, നെഞ്ചത്തായിരിക്കും ഇടുന്നത്. ഒരു പിടുത്തമില്ല എന്താന്ന്. പക്ഷേ പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ എന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. 200K തൊട്ട് 600K വരെ ഞാൻ ഒരു ഹുഡിയിലായിരുന്നു കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോ സത്യം പറഞ്ഞാൽ തേഞ്ഞു പോയി. അല്ലായിരുന്നു ഞാൻ ഇപ്പോഴും അതിട്ടോണ്ടെടുത്ത് തന്നെ. പക്ഷെ ഇവരെ പോലുള്ള ആൾക്കാർ ഫാഷനെ കുറിച്ച് വേറെ തന്നെ ഒരു ചിന്തയിലാണ്. വരൂ നമുക്ക് കാണാം. ഈ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? സാധാരണ ഒരു ഡ്രസ്സ് കൊള്ളാം, വേണേ ഇട്, ഇല്ലെങ്കിൽ വേണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇല്ല, ഉർഫി ചേച്ചിക്ക് അങ്ങനെ തോന്നത്തില്ല. ഈ ഡ്രസ്സ് കണ്ടപ്പോഴേ ഉർഫി ചേച്ചി നികിഷ്ടമായി നിരസിച്ചു. I would personally never wear that. I mean, it was just I didn't like it at all too. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലേലും ഇങ്ങനെ ഇതിന് വേസ്റ്റ് ചെയ്ത് മുറിച്ചെടുത്തതും പട്ടിത്തോൽ ഉണക്കിയെടുത്തതും ഒക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ. അതൊക്കെ കണ്ടിട്ട് കൈ അടിക്കാനും കുറെ കീടങ്ങള്. ചിലപ്പോ പറയാൻ പറ്റത്തില്ല, മനസ്സിൽ മുട്ട റോസ്റ്റിംഗ് ആയിരിക്കും. അയ്യോ, ഈ കവറിലല്ലയോ ഞാൻ ഇന്നലെ ബാക്കി വന്ന മീൻ കറി ഇട്ടത്, ഇയാൾക്ക് സുഖമില്ലയോ? ഓക്കെ, അപ്പൊ ഇനി ഈ ഡ്രസ് ഒന്ന് കണ്ടു നോക്കിയേ. കൺഫേം മനുഷ്യരായിട്ടുള്ളവർ ഇത് ഇടത്തുമില്ല, ഇതിന്റെ അടുത്തൂടെ പോത്തുമില്ല. ബോധമുള്ളവർ ഇതിന്റെ 7 കിലോമീറ്റർ റേഡിയസ് പോലും അടുത്ത് വരത്തില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ഉർഫി ചേച്ചിക്ക് ഈ ഡ്രസ് കണ്ടപ്പോ ഫീലായി. I absolutely love this look. I would personally wear it too. എന്തുവാടാ ഈ സാധനം കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. വെള്ള കളറിലെ പ്ലെയിൻ പുതപ്പിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വര വരച്ചേക്കുന്നു. അതിൽ കൂടുതലൊന്നും ഇതിനകത്തില്ല. അതിന്റെ അകത്ത് എങ്ങനെ കേറി? ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കൺഫ്യൂഷനിലാവും. ഒന്നും പറയില്ല, അത് നമ്മുടെ ഉർഫി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു, ഫീലായി. ഒന്നും പറയില്ല, ഇജാതി. It was horrible. The whites don't match at all. It was very bad. എന്റെ പൊന്നു പെണ്ണുപിള്ള, അതിനൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കണ്ണിന് ഏതാണ്ട് അസുഖമാ, ഇവർക്ക് ഏതാണ്ട് കുഴപ്പമുണ്ട്. ആ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ല. ചുമ്മാ ഇതൊക്കെ ചോറ് തന്നെയാണോ തിന്നുന്നത്? ഇങ്ങനെ കുറെ എണ്ണങ്ങൾ. ഇത് കൊള്ളാമല്ലോ. നടക്കുന്നതൊക്കെ കണ്ടോ? ഉത്സവത്തിനൊക്കെ പ്രശ്നകാരികളായിട്ടുള്ള ആനകളെ കൊണ്ടുവരാൻ നേരം ഫ്രണ്ടിലത്തെ ഈ പൂട്ടിച്ചങ്ങനെ അഴിക്കത്തില്ല. അപ്പൊ ആന ഇങ്ങനെ ഏന്തി നടക്കും. അതുപോലെ ഉണ്ട് നടക്കുന്ന കണ്ടിട്ട്. ഇത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചാൽ താമസിക്കാതെ ചങ്ങല ഇടേണ്ടി വരും. എല്ലാരും ഡിസൈനുള്ള ഡ്രസ്സ് ശരീരത്തിലിടും, ഇത് ഡിസൈനുള്ള ശരീരത്തിൽ ഡ്രസ് ഇടും. എന്തോ ജീവിയൊക്കെയാ. എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ. ഇനി വേസ്റ്റ് ഹോട്ടലിലെ സാധനം വെച്ചൊക്കെ വള്ളി നിക്കർ ഉണ്ടാക്കുന്ന എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ്. ഞാനത് കളിയാക്കുന്നെങ്കിലും അപ്രീഷിയേറ്റ് ഇറ്റ്. ഞാൻ വിചാരിച്ചു ഡാൻസ് കളിക്കുമായിരുന്നു. ഇതൊരുമാതിരി സ്വന്തമായിട്ട് വീട് പണിഞ്ഞിട്ട് അതിനകത്ത് തന്നെ താമസിക്കാൻ പേടിയാന്ന് പറയുന്ന പോലെ ഉണ്ട്. വേറെ പണിയൊന്നുമില്ല, പറ്റാത്തൊക്കെ ഊരി കളഞ്ഞൂടെ. ഞാൻ ഹീൽസിന്റെ കാര്യം കേട്ടോ പറയുന്നത്. എന്തുവാ ഈ ഔട്ട്ഫിറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഔട്ട്ഫിറ്റിന്റെ ഒരു തീം എന്തുവാ? മറ്റേത് സ്വയം വേസ്റ്റ് ആണെന്ന് പരിഗണിക്കുന്നേ, അതും മനസ്സിലായി. ഇത് ഇത് ബാറ്റ്മാന്റെ വില കുറഞ്ഞ വേർഷൻ. വലിയ കോമഡി ഒന്നും അല്ലായിരുന്നു. നല്ലൊരു ഇതിന് ചിരിച്ചേക്ക്. എന്നാലും എനിക്ക് ആ ഡാൻസ് ഇഷ്ടപ്പെട്ടു. എനിക്കിത് കണ്ടിട്ടില്ല, മറ്റേ സാധനം ഓർമ്മ വരുന്നത്. ഓ, ഫോണിനകത്ത് എന്തോ മെസ്സേജ് വന്നു. എടി ഒറ്റ രണ്ടാമത്തെ വട്ടമാണ് നീ ഇത് കാണിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്തോന്ന് പറഞ്ഞാൽ, ഇത് മറ്റേ നമ്മളില്ലേ കുപ്പിയൊക്കെ മേടിക്കാൻ നേരം അതിന്റെ മണ്ടയ്ക്ക് ഒരു സാധനം കിട്ടത്തില്ല, ഒരു ഷീറ്റ് പോലത്തെ ഒരു
മെഷ് പോലത്തെ ഒരു സാധനം. അതുകൊണ്ട് ഈ സാധനം തന്നെ അത് ഇട്ടേക്കുന്ന പോലെ ഉണ്ട്. അത് കണ്ടിട്ട് നേരത്തെ വേസ്റ്റിന്റെ കവർ, ഇപ്പൊ കുപ്പിയുടെ കവർ. ഇത് കൊള്ളാമല്ലോ. നേരെ കണ്ട സാധനം തിരിച്ചിട്ടാലും ക്രിയേറ്റിവിറ്റി കൂടിയ സാധനം ആവുമോ? എന്നാ പിന്നെ ഇനിയും തൊട്ട് ഞാൻ മണ്ടക്കിടുണ്ടോ താഴെ ഉണ്ടോ മണ്ടക്ക് വിടാൻ പോവാ. ഇതിന്റെ ഫ്രണ്ട് വശം എങ്ങനെ ആയിരിക്കും ഓർത്തിട്ട് വരുന്നു. ഇതിൽ നല്ല സത്യം പറഞ്ഞ വാഴയില വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നതാ. ഇതിനോട് മിണ്ടാൻ വരുന്നവർക്ക് ആകെ കൺഫ്യൂഷൻ ആയി പോകും. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോ പുറകിലാന്ന് വിചാരിക്കും, പുറകിൽ നിന്ന് വരുമ്പോ ഫ്രണ്ടിലാന്ന് വിചാരിക്കും. ആദ്യം ഞാൻ കണ്ടപ്പോ വിചാരിച്ചു ഓക്കെ സാധാരണ മോഡൽസ് ഒക്കെ ഇടുന്ന ഔട്ട്ഫിറ്റ് തന്നെ. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ഇത് നമ്മുടെ ഉർഫി ചേച്ചിയാണ്. സാധാരണ മോഡൽസ് ഇടുന്ന ഔട്ട്ഫിറ്റ് ഇടത്തില്ല, എന്തെങ്കിലും വിവരമൊക്കെ ഇട്ട് കാണിക്കും. സോ ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇത് മറ്റേ കർട്ടന്റെ തുണിയല്ലയോ? ഈ ടൈപ്പ് കർട്ടന്റെ തുണിയല്ലയോ അത്? വേസ്റ്റ് ബാഗ് കഴിഞ്ഞപ്പോ കർട്ടന്റെ തുണി. എന്റെ അളി അടുത്ത സാധനം. ഈ ഡ്രസ് ഇടുമ്പോ ഏത് കീഴ്ത്തേ കൂടെ കാലിടും, ഏത് കീഴ്ത്തേ കൂടെ കൈ ഇടും, ഏത് കീഴ്ത്തേ കൂടെ തലയിടും. മൊത്തത്തിൽ ടെൻഷനും വെപ്രാളമായി പോകും ഇതൊക്കെ ഇടാൻ നേരം. ഇതൊന്നും ഇനിയും കാണാതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ലത്. ഈയോടാ ഇതെന്തുവാ? ഇതൊക്കെ കണ്ടിട്ട് ഉർഫി ചേച്ചി തന്നെ കേട്ടോ നല്ലത്. ഈ അണ്ണാക്കിന്റെ ആ ഒരു ഉദ്ദേശം എന്തോ എനിക്കത് മനസ്സിലായില്ല. നടന്നു പോകുന്ന വഴി ഗുഡ് എയർ ഇൻടേക്ക് ഇതൊക്കെ ഇട്ടുകൊണ്ട് വെള്ളത്തിൽ ചാടിയാൽ പൊങ്ങി കിടക്കും, അല്ലാതെ വേറെ ഉപയോഗം ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇതാണ് സൂപ്പർമാൻ ലൈറ്റ് വെർഷൻ. ആ മണ്ടക്കിരിക്കുന്ന നിക്കറിന്റെ ഒക്കെ ഒരു ഐശ്വര്യം കണ്ടോ, കാണാനുണ്ട്. പുള്ളിയുടെ അണ്ടർവെയറിന്റെ അവിടുത്തെ ഭാഗം ട്രാൻസ്പെറന്റ് ആയിരുന്നു. മനസ്സിലായി. ഈ അണ്ടർവെയർ ഒക്കെ നമ്മൾ ഈ കൂടിയ ബ്രാൻഡ് മേടിച്ചിരുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ല എന്താ ആവശ്യമാണ്, ഇത് ആര് കാണാനാന്ന്? കാണാൻ പറ്റും. ഇവരെ കണ്ടിട്ട് എനിക്ക് ഹാർമോണിയം ഒക്കെ ഓർമ്മ വരുന്നു. കാരണം ഒന്നും അറിയത്തില്ല, ഹാർമോണിയം പോലൊക്കെ ഉണ്ട്. എന്നാലും എന്നെ കൊണ്ട് ഇതൊന്നും കാണാൻ വയ്യ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് എത്രയും വേഗം 100K ഫോളോവേഴ്സ് ആക്കണം. അപ്പൊ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാമിന്റെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.